ചെകുത്താന്മാർ നരകം പണിയുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതാ നേതൃത്വം ഏതോ പൈശാചിക ബാധയാൽ കാർമേഘവൃതമായി വിറങ്ങലിച്ച് നിൽക്കുകയാണ്. പലവിധ പദവികളുടെ ആടയാഭരണങ്ങൾ അണിഞ്ഞ് ഇവിടേക്ക് കടന്നുവന്ന ഓരോ മെത്രാനും ഈ പൈശാചിക ബാധയുടെ വിഷസ്പർശമേറ്റ് സ്വത്വബോധം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കഴിഞ്ഞു പോരുന്നത്. ഈ ദുരവസ്ഥയുടെ മുൻപിൽ മറ്റ് മെത്രാന്മാരെല്ലാം തന്നെ ഇതികർത്തവൃതമൂഢരായി അമ്പരപ്പോടെ വാപ്പൊളിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് പൊതുജനം കണ്ടുവരുന്നത്. മാർ ബോസ്കോ പുത്തൂർ പിതാവിൻ്റെ ഏകപക്ഷീയമായ വിമതപക്ഷ നിലപാടുകൾ വീക്ഷിച്ച് വത്തിക്കാൻ പോലും വിഭ്രാന്തിയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. വർഗപരമായ വിധേയത്വവും വിശ്വാസവുമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒറ്റയാൻ യാത്ര ഏത് ഗുഹയിലാണ് ചെന്ന് വീഴുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കാപട്യത്തിൻ്റെയും കള്ളത്തരത്തിൻ്റെയും പര്യായമായ മുന്നേറ്റ കഴകം എന്ന ഗുണ്ടാപ്പടയെ ചെല്ലും ചെലവും നൽകി മുന്നിൽ അണിനിരത്തിക്കൊണ്ടാണ് എറണാകുളത്തെ സഭാ നേതൃത്വം സഭാസ്നേഹികളായ വൈദികരെയും വിശ്വാസികളെയും നിരന്തരം സ്വഭാവഹത്യ നടത്തിയും ദുരാരോപണങ്ങളുടെ മുൾമുനയിൽ നിർത്തിയും തേജോവധം ചെയ്തു വരുന്നത്. ആത്മീയമായി പറഞ്ഞാൽ ദൈവശക്തിയെ എന്നതിനേക്കാൾ മനുഷ്യശക്തിയെയാണ് എറണാകുളത്തെ സഭാ നേതൃത്വം ആശ്രയിക്കുന്നതും വിലമതിക്കുന്നതും ഭയപ്പെടുന്നതും. പണത്തിനു മീതെ പരുന്തും പറക്കുകയില്ല എന്നതാണ് അവരുടെ വിശ്വാസ പ്രമാണം തന്നെ. ദൈവരാജ്യം ഭൂമിയിൽ സംസ്ഥാപിതമാക്കാനുള്ള യേശുവിൻ്റെ ആഹ്വാനവും വിളിയും സ്വാതന്ത്ര്യപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് പുരോഹിതരും മെത്രാന്മാരുമായി അഭിഷിക്തരായി തീർന്നവർ ദൈവശക്തിയെ കൈവെടിഞ്ഞ് പൈശാചികമായ മനുഷ്യശക്തിയാൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അധികാരത്തിൻ്റെ നശ്വരമായ അപ്പകഷ്ണം നുണഞ്ഞുകൊണ്ട് ഇവിടെ സാത്താൻ്റെ നരക സാമ്രാജ്യം പണിതുയർത്താനുള്ള ഭഗീരഥ യത്നത്തിലാണ്. ധർമ്മ വിവേചനം ലവലേശമില്ലാതെ തന്നിഷ്ടം നേടിയെടുക്കുന്നതിനായി ഏതു മാർഗവും സ്വീകരിക്കുന്നതിൽ ഒട്ടും മടിയില്ലാത്ത മട്ടിലാണ് കാര്യവിചാരഗതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രാർത്ഥനയും ധ്യാനവും ആത്മശോധനയുമെല്ലാം സമ്പൂർണമായി പരിത്യജിച്ചുകൊണ്ട് 24 മണിക്കൂറും ഭൗതികമായ ഭരണനിർവഹണ വിചാരത്തിലാണ് ഇവിടത്തെ സഭാ നേതൃത്വം. അരമന രഹസ്യങ്ങളെല്ലാം മുൻകൂറായി ഗുണ്ടാപ്പടയ്ക്ക് യഥേഷ്ടം ചോർത്തിക്കൊടുത്തുകൊണ്ട് ഒതുക്കേണ്ടവരെ യഥാസമയം ഒതുക്കിയും സ്വഭാവഹത്യയ്ക്ക് വിധേയരാക്കേണ്ടവരെ അപ്രകാരം ചെയ്തും കഴകത്തിൻ്റെ മുന്നേറ്റം നിർബാധം തുടരുകയാണ്. ഈ പടയുടെ പൈശാചിക സ്വാധീന വലയത്തിൽപ്പെട്ട് സ്വന്തം ദൈവവിളിയോട് അവിശ്വസ്തത കാട്ടി സ്വത്വമെന്തെന്ന് അറിയാത്ത പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് എറണാകുളത്തെ സഭാ നേതൃത്വം കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരുന്നതിൽ അതീവ ഖേദമുണ്ട്. അന്ധരായ ആത്മായ വിശ്വാസികളെ നേർവഴിക്ക് നയിക്കാൻ നിയുക്തരായ ഇവിടത്തെ വൈദികരും മെത്രാന്മാരും ഇന്നിപ്പോൾ അൽമായ വിശ്വാസികളുടെ കാൽ കീഴിൽ കിടന്ന് ഉരുളുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. പൈശാചിക ശക്തികൾക്ക് കീഴടങ്ങി സ്വത്വബോധം നഷ്ടപ്പെട്ട് ഇവിടെ നരകരാജ്യം പഴുതുയർത്താനുള്ള പരിശ്രമത്തിലാണ് ഇവിടത്തെ വൈദികരും മെത്രാനും. പൈശാചിക ശക്തികളെ കൂട്ടുപിടിക്കുന്നവർ ആരു തന്നെയായാലും അവരും പിശാചുക്കൾ തന്നെയായിരിക്കുമല്ലോ. എന്തൊരു കഷ്ടമല്ലേ. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.